ഹായ് ഓൾ, വെൽക്കം ടു എൽസസ് കളക്ഷൻസ്. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഉണക്കയിലക്കറിയുടെ റെസിപ്പി നോക്കിയാലോ. തേങ്ങയൊന്നും അരയ്ക്കാണ്ട് ആദ്യം ഞാൻ 2 ഉണക്കയില എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഒരു മണിക്കൂറായിട്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തെ അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞ് തലയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 ചെറിയ ഉള്ളിയും കറിവേപ്പിലയും, അതായത് നമ്മൾ പച്ചമീൻ ഉണ്ടാക്കുമ്പോൾ ഇടുന്നതിൻ്റെ ഒരു പകുതിയൊക്കെ ചേർത്താൽ മതി കേട്ടോ, ഉണക്കമീൻ കറി വെക്കുമ്പോൾ. എന്നിട്ട് അതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കണില്ല, കാരണം ഓൾറെഡി ഈ അയലയ്ക്ക് ഉപ്പ് കാണും നമ്മൾ വെള്ളത്തിലിട്ടിട്ട് വെച്ചാലും. ഇനി അവസാനം ഉപ്പ് കുറവെന്ന് തോന്നിയാൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇനി ചേർക്കണ കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന തേങ്കൊത്ത്, ഈ തേങ്കൊത്ത് ഈ പൊടികൾക്ക് മുമ്പേ ചേർക്കേണ്ടായിരുന്നു, ഞാൻ ആക്ച്വലി മറന്നുപോയി. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നേരത്തെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും ഇട്ട് അതിലേക്ക് കുറച്ച് ഒരു കുടംപുളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ അതിലേക്ക് പെറുക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റിനകം നമുക്ക് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റാണ് ചോറുണ്ണാൻ. തേങ്ങ അരച്ചെന്ന് ഉണ്ടാക്കണമെന്നില്ല, ഇത് മാത്രം മതി ചോറുണ്ണാൻ. തേങ്ങത്തൊക്കെ കടിച്ച് ചോറുണ്ണാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.